ഇത് സമയം വെളുപ്പിനെ 4 മണി കേട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കുവശത്ത് താമസിക്കുന്ന അഞ്ജു ഞങ്ങളുടെ കൂട്ടുകാരി. അപ്പോൾ അഞ്ജുവിനെയും കുഞ്ഞുങ്ങളെയും കൂടെ തിരുവനന്തപുരത്ത് ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ഒരു ദിവസം സമയം പോലെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ചൂടൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാറിലങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് കരിക്കകത്താണ്. അപ്പം തിരുവനന്തപുരത്ത് ഒരുവിധമുള്ള അമ്പലങ്ങളൊക്കെ കയറണമെങ്കിൽ നമുക്ക് കാറിൽ പോകുന്നതല്ലേ സൗകര്യം. അല്ല നമ്മൾ ട്രെയിനിൽ പോയാൽ അവിടെ ഇറങ്ങിയാൽ പിന്നെ ഓരോ സ്ഥലത്തും ബസ്സിൽ പോകണം. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് കരിക്കകത്തേക്ക് തിരിയുവാണ്. അപ്പം ഞങ്ങൾ കരിക്കകത്ത് പോയത് ആദ്യം ഇവരുടെ വീട്ടിലാണ് പോയത്. ഇതിപ്പം നമ്മുടെ അവിടേക്ക് കുട്ടമ്പേരിലേക്ക് ഇവർ വന്നപ്പോഴെടുത്ത വീഡിയോയാണ്. അപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ഹരിക്കുട്ടൻ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളും ബിന്ദുവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് രാജശ്രീയും കുഞ്ഞുങ്ങളെയൊക്കെ കാണാനും പിന്നെ കരിക്കകത്ത് ക്ഷേത്രത്തിൽ പോകാനുമായിട്ടാണ് ഞങ്ങൾ ആദ്യം കരിക്കകത്തോട്ട് പോയത്. കാര്യം നമ്മൾ 4 മണിക്ക് ഇറങ്ങിയെങ്കിലും തിരുവനന്തപുരത്ത് എത്തുമ്പം 6:30 വെളുപ്പിനെ ആയതുകൊണ്ട് അത്രയും പെട്ടെന്ന് എത്താൻ പറ്റി, ബ്ലോക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇവരുടെ അടുക്കൽ കയറി. വെളുപ്പിനെ ആയിരുന്നു, രാവിലെ ആയിരുന്നു, 6:30 ആയതല്ലേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ എണീറ്റൊക്കെ വരുന്നേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അപ്പോഴേ അവർ പറഞ്ഞിരുന്നു വരാമെന്ന്. പക്ഷേ എനിക്ക് ആ സമയത്ത് കുട്ടമ്പേര് പോകാനായിട്ട് പറ്റിയില്ല. എനിക്കതുകൊണ്ട് അവരെ കാണാനും പറ്റിയില്ല. പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് കണ്ടതേ ഉള്ളൂ. നമ്മുടെ മാളും കണ്ണനും ഒക്കെ കൂടെ നമ്മുടെ പടിഞ്ഞാറുള്ള കണ്ടത്തിൽ പോയി പശുവിനെയൊക്കെ കണയും കെട്ടുകയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തപ്പോഴും പോകാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്ത് കുഞ്ഞുങ്ങളെയും രാജശ്രീയൊക്കെ കണ്ടു. അങ്ങനെ ഇവരുടെ അടുക്കലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. കാര്യം ഞങ്ങൾ ചെന്നപ്പോൾ അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടി നട അടച്ചിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആവുകയും ചെയ്യാമല്ലോ എന്ന് കരുതി ഞങ്ങളാദ്യം രാജശ്രീയുടെ അവിടെ കയറി. അതിനുശേഷം ഞങ്ങൾ കരിക്കകത്ത് അമ്പലത്തിലേക്ക് തൊഴാനും കയറി. അപ്പോൾ കരിക്കകത്ത് അമ്പലത്തിലായിരുന്നു നേരത്തെ നമ്മുടെ നന്ദുവിൻ്റെ അച്ഛൻ, എൻ്റെ അനിയൻ പൂജ കഴിച്ചിരുന്നത്. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എന്തായാലും അവിടെയും കയറി തൊഴണമെന്ന് ബിന്ദു പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ആദ്യം അവിടെ കയറി. കണ്ടോ, ഇതാണ് കരിക്കകത്ത് അമ്പലം. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പൂജാ സമയങ്ങൾ കഴിഞ്ഞു. പിന്നെ അകത്ത് കയറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്ത് കയറി. അമ്പലത്തിലായതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സെറ്റൊക്കെ എടുത്ത് വെളുപ്പിനെ 4 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങിയതാണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് കയറി. അപ്പോൾ ഇനി കരിക്കകത്ത് അമ്പലത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. അവിടെ ഒരു കുളത്തിൽ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദൂസിന് അറിയാമല്ലോ, അവൻ്റെ കുട്ടിക്കാലമൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. കുഞ്ഞിലെ അവൻ LKG പഠിച്ചത് ഇവിടെ അടുത്തുള്ള സ്കൂളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ എല്ലായിടവും നല്ലതായിട്ട് പരിചയമുണ്ട്. അങ്ങനെ അവൻ ചെന്ന പാടെ നേരെ കുളത്തിൽ മീനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ദത്തനെയും വിളിച്ചുകൊണ്ട് പോയി മീനൊക്കെ കാണിച്ചു കൊടുത്തു. കണ്ടോ, നല്ല ഭംഗിയില്ലേ. രാവിലെ നേരെ ഇങ്ങോട്ട് വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരിക്കകത്ത് തൊഴുതിട്ട് ഇനി അടുത്ത ഞങ്ങൾക്ക് ആറ്റുകാൽ പോകണം. അത് കഴിഞ്ഞിട്ട് പഴവങ്ങാടി, പിന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ഇന്ന് തൊഴണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വെളുപ്പിനെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുതു. അപ്പം നമുക്ക് ഇന്നത്തെ കുറേ ക്ഷേത്ര ദർശനങ്ങളും പിന്നെ തിരുവനന്തപുരത്ത് പോയി പിന്നെ ലുലു മാൾ കാണാതെ വരുന്നത് ശരിയല്ലല്ലോ. കാര്യം ഇവരൊന്നും എപ്പോഴും അങ്ങനെ പോകുന്നവരല്ലല്ലോ. ഇതാണ് കരിക്കകം ക്ഷേത്രം കേട്ടോ. എങ്ങും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ കാര്യം ഇപ്പം വെക്കേഷൻ സമയമല്ലേ, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂർ സമയം ക്യൂ നിന്നാലേ തൊഴുതിറങ്ങാൻ പറ്റുള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ പാസ്സൊക്കെ എടുത്ത് തൊഴാൻ കയറി. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. കാര്യം നമുക്ക് അത്രയും സമയം അവിടെ ക്യൂ നിൽക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അല്ലാതെ പാസ് എടുത്ത് കയറിയിട്ട് തൊഴുത് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് തന്നെ ഇവിടെ ഊണുണ്ട് കേട്ടോ. 11 മണി തൊട്ട് ഊണുണ്ട്, 1:30 വരെ ഊണുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ക്യൂ നിൽക്കാതെ തൊഴുതിറങ്ങിയത് കൊണ്ട് പിന്നെ ഊണിനായിട്ട് അവിടെ നിന്നാൽ നമുക്ക് സമയം പോകും. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആറ്റുകാലും അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ശനിയാഴ്ച ദിവസമാണ് ഇത് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റുകാൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ആറ്റുകാലും നല്ല ക്യൂ ഉണ്ടേനെ. പക്ഷേ അന്ന് ഞങ്ങൾ പോയതിൻ്റെ അന്ന് തിരക്കൊന്നുമില്ലായിരുന്നു. നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി.
അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അഞ്ജുവിന് വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാൻ പറ്റാത്തപ്പോഴേ പറഞ്ഞ് എന്നെ ഒരു ദിവസം ആറ്റുകാൽ കൊണ്ടുപോയി തൊഴിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത്. ഇതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. അപ്പം അതിനകത്ത് അങ്ങോട്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് വീഡിയോ എടുക്കരുതെന്ന് വന്ന് പറഞ്ഞ സെക്യൂരിറ്റി കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള സ്ഥലങ്ങളും റോഡിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഫ്രണ്ടും ഒക്കെ വീഡിയോ എടുത്തു. ഇവിടെ ഒരു കല്യാണം നടക്കുമായിരുന്നു. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോയും കുറേ ഫോട്ടോയും ഒക്കെ എടുത്തു. പിന്നെ ആറ്റുകാൽ അമ്പലത്തിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കാം കേട്ടോ. 50 രൂപ 5 നാരങ്ങ തരും. അതിൻ്റെ ബാക്കി തിരി എണ്ണയെല്ലാം തരും. നമ്മളവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ വിളക്കിൽ നിന്ന് കത്തിച്ചിട്ട് അവിടെ നാരങ്ങ വിളക്ക് കത്തിച്ച് വെക്കാനായിട്ട് സ്റ്റാൻഡുള്ള വിളക്കുകൾ വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് വെക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും പോയി പിന്നെ നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് അവിടെ അടുത്ത് നമ്മൾ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട്. ഞാനങ്ങ് റോഡിലിറങ്ങിയിട്ട് അവിടെ ഫ്രണ്ടിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അമ്പലത്തിനോട് ചേർന്നുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഞങ്ങൾ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്ക് സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം വിശന്ന കാര്യം വെളുപ്പിനെ എണീറ്റല്ലേ. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പിന്നെ മസാല ദോശയും കട്ട്ലറ്റും കാപ്പിയൊക്കെ കുടിച്ച് വയറ് നിറച്ചു. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ വിളക്കുകൾ. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് നാരങ്ങയൊക്കെ വാങ്ങിച്ച് അവിടെ വിളക്ക് കത്തിച്ചു. കണ്ടോ, ഇതേപോലെ നമുക്ക് തട്ടത്തിനകത്ത് വെച്ച് നാരങ്ങയും തിരിയും ഒക്കെ തരും. അപ്പോൾ മുമ്പ് പോയപ്പോഴും എനിക്കിത് ഇങ്ങനെ കത്തിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം പോയപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞത് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി മസാല ദോശയും വടയും കട്ട്ലറ്റും ഒക്കെ കഴിക്കുന്ന മേളമാണ് ഇത്. അപ്പോൾ എല്ലാവരും നല്ല വയറുവശമൊന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആഹാരമൊക്കെ കഴിച്ചു. നല്ല തൊഴുതതിൻ്റെ സന്തോഷത്തിൽ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് പഴവങ്ങാടിയിലോട്ടാണ്. അപ്പോൾ രാവിലെ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവായിരുന്നു റോഡിലൊക്കെ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഓരോ സ്ഥലത്തും എത്താൻ പറ്റി. പഴവങ്ങാടിയിലാണെങ്കിലും തിരക്ക് കുറവായിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തോടൊക്കെ പോകുമെങ്കിലും പഴവങ്ങാടി പോയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തേങ്ങയൊക്കെ ഉടച്ച് വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിട്ട് അവിടുന്ന് തന്നെ നടന്ന് ഞങ്ങൾ പഴവങ്ങാടിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പഴവങ്ങാടിയിൽ നിന്ന് നടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി. കാര്യം എനിക്കിവരെ രാമേന്ദ്രയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഞാനതിൽ ഒരുപാട് പ്രാവശ്യം നടന്നു പോയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷേ ബിന്ദുവിനെ അഞ്ജുവിനെയൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെയൊക്കെയാണല്ലോ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പഴവങ്ങാടിയിൽ വണ്ടി ഇട്ടിട്ട് രാമേന്ദ്രയുടെ ഇതിലേക്കൂടെ നടന്ന് നമ്മുടെ പത്മതീർത്ഥക്കുളമൊക്കെ കാണിച്ച് അതിലേക്കൂടെ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെ തന്നെ കയറി. അതാണ് പഴവങ്ങാടിയിൽ. ഞാൻ പറഞ്ഞില്ലേ തിരക്ക് നല്ലതായിട്ട് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് തേങ്ങയൊക്കെ മേടിച്ച് ഉടച്ചിട്ട് അവിടെ നിന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും ഒന്നും മൊബൈൽ എടുത്തില്ല, കാര്യം അകത്ത് കയറ്റത്തില്ലല്ലോ. അപ്പം 1-2 മൊബൈലൊക്കെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തു. പിന്നെ മൊബൈലും നമ്മുടെ കാറിൻ്റെ താക്കോലും ഇവരുടെ എല്ലാം പിള്ളേരുടെ എല്ലാ ഷർട്ടും ഒക്കെ നമ്മളവിടെ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാനായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി. അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് ബിന്ദുവാണേലും പോകുമ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് പോയിട്ട് വരും. ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ മാത്രം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടവും സമയമെടുത്ത് തൊഴാനും കാണാനും ഒക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി. ഒരു സാധനങ്ങളും അകത്തോട്ട് കയറ്റത്തില്ല കേട്ടോ. നമ്മുടെ റിമോട്ട് വെച്ചുള്ള കാറിൻ്റെ കീ ഉണ്ടല്ലോ, അതും അമ്പലത്തിനകത്തേക്ക് കയറ്റത്തില്ല. അവിടെ ക്ലോക്ക് റൂമുണ്ട്, അവിടെ കൊടുത്തിട്ട് വേണം അമ്പലത്തിനകത്തോട്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിറങ്ങി. പിന്നെ അവിടുന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറി സെറ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ ലുലു മാളിലൊക്കെ പോകാനുണ്ടല്ലേ. പിന്നെ ഞങ്ങൾ ചുരിദാറൊക്കെ ഇട്ട് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ലുലു മാളാണ്. അങ്ങനെ ലുലു മാളിൽ പോയി നമ്മുടെ നന്ദൂസിൻ്റെ പ്രധാനം അവിടുത്തെ ഇതാണല്ലോ ഗെയിം. അവിടേക്ക് പോയി അവിടെ കുറേ നേരം ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ആറ്റിങ്ങൽ രാമേന്ദ്രയിൽ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ രാവിലെ തൊട്ടുള്ള എടുപ്പായതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ ഒരുവിധം തീരാറായി. പിന്നെ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് തിരുവനന്തപുരത്തോട്ട് തന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എന്താണെന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ വിചാരിക്കുന്ന കേട്ടോ, പ്ലാൻ ചെയ്യും, ഓരോ കാര്യം കൊണ്ട് മുടങ്ങിപ്പോവും. അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങളതിന് വേണ്ടി മുഴുവൻ സമയവും ഞങ്ങൾക്ക്
അതിനുവേണ്ടി ചിലവഴിക്കാൻ സമയം കിട്ടി. ഒരു ദിവസം മൊത്തം ഞങ്ങളങ്ങനെ ഫ്രീ ആയിട്ട് സന്തോഷത്തോടു കൂടി പറഞ്ഞ ഒരുവിധം ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന എല്ലാ അമ്പലങ്ങളും കയറി. പിന്നെ അമ്പലത്തിലെ തിരക്കനുസരിച്ച് ഞങ്ങൾ ലുലു മാൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും ദത്തനും പിന്നെ ദത്തൻ്റെ അനിയത്തി നന്ദയും നമ്മുടെ നന്ദൂസും ഒന്നും ലുലു മാൾ കട്ട് ചെയ്യാൻ ഞങ്ങളെ സമ്മതിച്ചില്ല. രണ്ടിത് കണ്ടോ, ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവുകയാണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പം ഓൾ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. എന്നാ വേണ്ട, സമയം കളയണ്ട, പോവാം. വേണ്ട
അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ കറക്കവും കഴിഞ്ഞ് ഞങ്ങളൊരു വൈകിട്ട് 5 മണി ആയപ്പോഴത്തേക്കിനും ഞാൻ തിരിച്ചങ്ങ് തിരുവനന്തപുരത്തോട്ടും പോയി, അവർ തിരിച്ച് കുട്ടമ്പേരിലോട്ടും വന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ദിവസം അടിച്ചു പൊളിച്ചു. രാവിലെ ഉച്ചവരെ അമ്പലങ്ങളും ഉച്ചയ്ക്ക് ശേഷം ലുലു മാളും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് മാത്രമായിട്ട് അങ്ങനെ വീണ് കിട്ടി. അപ്പോൾ നമ്മുടെ അപ്പുവായിരുന്നു ഞങ്ങളുടെ സാരഥി കേട്ടോ. അവനാണ് ഞങ്ങളെ എല്ലായിടവും കൊണ്ടുപോയതും. അവനാകുമ്പോൾ വഴികളും കൃത്യമായിട്ട് അറിയാം. പിന്നെ ഞങ്ങളുടെ കൂടെ ക്ഷമയോടെ നിൽക്കാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങളെയും കൊണ്ട് ഒരു ദിവസം മുഴുവൻ അവനും കറങ്ങി. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.